Hi friends, welcome to Competitive Cracker. ഞാൻ ശ്രീകല. ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ വളരെ പ്രതീക്ഷയോടുകൂടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു എക്സാം ആണ് അല്ലേ. എന്നാൽ ഇതിലെ ഏറ്റവും വലിയൊരു പോയിന്റ് എന്ന് പറയുന്നത് ഇവിടെ ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിംഗ് ഉണ്ട്. അതിനെക്കുറിച്ച് പല കാര്യങ്ങളും നമ്മൾ അറിയാതെ പോകുന്നുണ്ട്. അപ്പം ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിംഗിന് ഇപ്പോഴേ പഠിക്കണോ, എങ്ങനെയാണ് അതിൻ്റെ മാർക്കിംഗ് സ്കീം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് നമുക്ക് ആദ്യം തന്നെ നമുക്കൊരു എക്സാം, നമ്മുടെ നോർമൽ 100 മാർക്കിൻ്റെ ഒരു ഒബ്ജക്റ്റീവ് എക്സാം ഉണ്ട്. നെഗറ്റീവ് മാർക്കിംഗ് ഉള്ളതാണ്. ഒരു ക്വസ്റ്റിന് 1 മാർക്ക്, ഒരു നെഗറ്റീവ് മാർക്ക് എന്ന് പറയുന്നത് 0.25 ആണ്. അപ്പോൾ അങ്ങനെ നമുക്ക് അവിടെ 100 മാർക്കിൻ്റെ ഒരു ഒബ്ജക്റ്റീവ് പേപ്പർ ഉണ്ട്. 50 മാർക്ക് ഇംഗ്ലീഷ്, 10 മാർക്ക് മാത്സ്, 40 മാർക്ക് GK. അപ്പോൾ ഈ പേപ്പറിൽ 100 മാർക്കിലാണ് എക്സാം. ഇതിന് 40% എബവ് ഉണ്ടെങ്കിലാണ് നമ്മളുടെ ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ ഇവാലുവേറ്റ് ചെയ്യുന്നത്. അന്നേ ദിവസം തന്നെയാണ് ഡിസ്ക്രിപ്റ്റീവ് റൈറ്റപ്പ് നടത്തുന്നത് അവർ. അതേ ദിവസം തന്നെ അപ്പം തന്നെ നമ്മൾ ആ ഒരു ഒബ്ജക്റ്റീവ് എക്സാം കഴിയുമ്പോൾ തന്നെ സബ്ജക്റ്റീവ് അല്ലെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ തരും. അപ്പോൾ ഡിസ്ക്രിപ്റ്റീവ് പേപ്പറിൻ്റെ ഒരു രീതി എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 60 മിനിറ്റിന് 60 മാർക്ക്, 60 മിനിറ്റ് ആയിരിക്കും ഡിസ്ക്രിപ്റ്റീവ് സെഷൻ എന്ന് പറയുന്നത്, 60 മാർക്കായിരിക്കും. ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം മുതൽ ലെറ്റർ റൈറ്റിംഗ് ഇല്ല. അതിന് പകരമായിട്ട് വരുന്നത് ഒരു ടോപ്പിക്ക് എഴുതേണ്ടി വരും. ഒരു 250 വേർഡ്സ് നമുക്ക് ഏതെങ്കിലും ഒരു ജനറൽ എസ്സേ എഴുതേണ്ടി വരും. ഏതെങ്കിലും അല്ല, അവർ പറയുന്നൊരു ജനറൽ എസ്സേ ചിലപ്പോൾ 2 എണ്ണം തരാറുണ്ട്. അതിൽ ഏതെങ്കിലും ഒരെണ്ണം എന്നുള്ള രീതിയിലായിരിക്കും ചോദിക്കാറ്. അതുപോലെ തന്നെ ഒരു കോംപ്രിഹെൻഷൻ, അത് അത്യാവശ്യം ഹിന്ദു എഡിറ്റോറിയൽ ലെവലുള്ളൊരു കോംപ്രിഹെൻഷൻ തരാറുണ്ട്. അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. പിന്നെ ഒരു പ്രിസി റൈറ്റിംഗ് ഉണ്ട്. പ്രിസി റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ 3-1 സംഗ്രഹിക്കുക. ഒരു 150 വാക്കാണെങ്കിൽ 150 വാക്ക് ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്, 50 വാക്കായിട്ട് ചുരുക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള 3 ഭാഗങ്ങളായിട്ടാണ് നമ്മുടെ ഡിസ്ക്രിപ്റ്റീവ് റൈറ്റപ്പ് നടത്തുന്നത്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉദ്യോഗാർത്ഥികളുടെ കൺസേൺ ഇതിപ്പോഴേ പഠിക്കണോ, ഇതിൻ്റെ ആവശ്യമുണ്ടോ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അന്നേ ദിവസം തന്നെയാണ് ഈ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിംഗ് എക്സാം അന്നേ ദിവസം തന്നെയാണ്, പിന്നത്തേക്കല്ല. 40% മാർക്ക് ഈ ഒരു ഒബ്ജക്റ്റീവ് പേപ്പറിന് കിട്ടുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമല്ല. പ്രത്യേകിച്ച് അവിടെ 50 മാർക്ക് ഇംഗ്ലീഷാണ്. അവിടെ വൊക്കാബുലറി ചോദിച്ചാൽ ഗ്രാമർ പാർട്ട് എന്ന് പറയുന്നത് വളരെ എന്താ പറയുക, വളരെ സ്റ്റാറ്റിക് ആയിട്ടുള്ള പാർട്ടാണ്. നമുക്ക് നന്നായിട്ട് എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റും. വൊക്കാബുലറി എന്ന് പറയുന്നത് തന്നെ നമുക്കറിയാം ഹിന്ദു പേപ്പറിനെ ബേസ് ചെയ്തിട്ട് പ്രീവിയസ് ഇയർ ബാങ്ക് എക്സാംസിൻ്റെ ക്വസ്റ്റ്യൻസിനെയും അതുപോലെ തന്നെ നമ്മളുടെ പല സെൻട്രൽ എക്സാം ക്വസ്റ്റ്യൻസിനെയും ബേസ് ചെയ്ത് നമുക്ക് വൊക്കാബുലറിയും കൂടി പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 50 മാർക്കിൽ ഒരു 35 മാർക്കിനോളം നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ബാക്കി മാർക്ക് നമ്മുടെ GK എന്ന് പറയുമ്പോൾ അവിടെ 10 മാർക്ക് നമുക്ക് മാത്സ് ഉണ്ട്. അത് കൂടാതെ 40 മാർക്ക് GKയിൽ കറണ്ട് അഫയേഴ്സ് ഉണ്ട്. അതോടൊപ്പം തന്നെ നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷനും മറ്റു ഭാഗങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് മാർക്ക് സ്കോർ ചെയ്യുക എന്ന് പറയുന്നത് അത്യാവശ്യം ഒരു ആസ്പിരന്റിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല. തീർച്ചയായിട്ടും സ്കോർ ചെയ്യാൻ പറ്റും. അപ്പം 40% മാർക്കിലേക്ക് എത്തുക എന്ന് പറയുന്നത് അത് വലിയൊരു ബുദ്ധിമുട്ടല്ല. അപ്പോൾ ടോട്ടൽ മാർക്കിലേക്ക് നമ്മുടെ മാർക്ക് കൂടണമെങ്കിൽ നമ്മൾ ഈ ഡിസ്ക്രിപ്റ്റീവ് റൈറ്റപ്പ് ഇപ്പോഴേ കോൺസെൻട്രേറ്റ് ചെയ്യണം. ഇവിടെ പ്രധാനമായിട്ടുള്ളൊരു കൺസേൺ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം, എനിക്ക് എഴുതാൻ അറിയില്ല, ഞാൻ എങ്ങനെ എഴുതാൻ പോസിബിൾ അല്ല. ഗ്രാമറൊക്കെ ചെയ്യാം, അല്ലെങ്കിൽ കുറച്ച് വൊക്കാബുലറി ഒക്കെ എങ്ങനെയെങ്കിലും പഠിക്കാം, പക്ഷെ അത് റൈറ്റപ്പ് അല്ലേ, എഴുതി ശീലിക്കണ്ടേ, അതെങ്ങനെ ചെയ്യും? അവിടെ തെറ്റായ ഒരു ധാരണയാണ് UPSC ആസ്പിരൻസിന് മാത്രമാണ് ഈ ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിംഗ് എഴുതാൻ പറ്റുന്നത് എന്നുള്ളത്. അങ്ങനെയല്ല. ഇവിടെ ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ഇമ്പാക്റ്റ് ഓഫ്, ഇപ്പോൾ ഒരു പ്രാവശ്യം ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ഇമ്പാക്റ്റ് ഓഫ് കോവിഡ് പാൻഡമിക്കിൻ്റെ ഇമ്പാക്റ്റ് ചോദിച്ചിരുന്നു. ന്യൂ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ കുറിച്ച് ചോദിച്ചിരുന്നു. അതുപോലെ തന്നെ ഇതിന് മുൻപ് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. ദ ഇമ്പാക്റ്റ് ഓഫ് ഇൻഫ്ലക്സ് ഓഫ് മൈഗ്രന്റ് ലേബറേഴ്സ് ഓൺ ദി എക്കണോമിക് ആൻഡ് സോഷ്യൽ ലൈഫ് ഇൻ കേരള, അതിനെക്കുറിച്ച് 250 വേർഡ്സിൽ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ അതേ പ്രാവശ്യം റൈറ്റ് എസ്സേ ഓൺ എനി വൺ ഓഫ് ദി ഫോളോയിങ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിലൊരു ക്വസ്റ്റ്യൻ ആണ് ഞാനിപ്പോൾ വായിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, ഈസ് ദി പ്രൊലിഫറേഷൻ ഓഫ് ഇലക്ട്രോണിക് മീഡിയ കോസിംഗ് ഡിസിൻറ്റഗ്രേഷൻ ഓഫ് വാല്യൂസ് ഓഫ് സൊസൈറ്റി ആൻഡ് ഫാമിലി ലൈഫ്. ഈ 2 ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യനിൽ 250 വേർഡ്സിന് എഴുതാം. 20 മാർക്സ് ആയിരിക്കും. അപ്പോൾ നോക്കിക്കേ, ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെ നമ്മൾ UPSC ലെവലിൽ ചോദിക്കുന്ന പോലത്തെ ക്വസ്റ്റ്യൻസ് അല്ലാതെ, അല്ലെങ്കിൽ അതിൻ്റെ എന്താ പറയുക, സ്കീംസ് എന്താണ്, അതിൻ്റെ പ്രോഗ്രാംസ് എന്താണ്, അങ്ങനെ നിങ്ങളുടെ GKയുടെ ഡെപ്ത് അളക്കാനുള്ള ക്വസ്റ്റ്യൻസ് അല്ല, നിങ്ങളുടെ ബേസിക് റൈറ്റിംഗ് സ്കില്ലാണ് അളക്കുന്നത്. അവിടെ ഇമ്പാക്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈസി ആയിട്ട് സംസാരിക്കാൻ പറ്റുന്ന കാര്യങ്ങളെക്കുറിച്ച് തന്നെയാണ് ആ ക്വസ്റ്റ്യൻസ് വരുന്നത്. അത് നമുക്ക് യു ഹാവ് ടു പുട്ട് ഇൻ ടു വേർഡ്സ്. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. അപ്പോൾ എന്ത് ചെയ്യണം, ബേസിക് ആയിട്ടുള്ള റൈറ്റിംഗ് സ്കില്ല് നമ്മൾ ഡെവലപ്പ് ചെയ്താൽ മതി. അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതിനു വേണ്ടി ഒരു ബുക്കും പെന്നും വാങ്ങിക്കുക. ഒരു സൈഡിൽ നിന്ന് നിങ്ങൾ എന്ത് സ്റ്റാർട്ട് ചെയ്യുക, പാരഗ്രാഫ് അല്ലെങ്കിൽ എസ്സേ റൈറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുക, മറ്റേ സൈഡിൽ നിന്ന് പ്രിസി റൈറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുക. എസ്സേ റൈറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പം ആദ്യം നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരും അല്ലേ. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങളുടെ
ഗ്രാമർ പോർഷനിൽ അത്യാവശ്യം ചില ഭാഗങ്ങളുണ്ട്. ടെൻസ് പോലുള്ള ഭാഗങ്ങൾ, കണ്ടീഷണൽ ഇഫ് വെച്ച് എഴുതണമെങ്കിൽ എങ്ങനെ എഴുതണം, അങ്ങനെയുള്ള കുറച്ച് ഭാഗങ്ങൾ, അതുപോലെ ബേസിക് ആയിട്ടുള്ള ഓക്സിലറി വേർബ്സ്, ഈ ഭാഗങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞാൽ അത് നമ്മളുടെ എഴുത്തിനെ നല്ലോണം സപ്പോർട്ട് ചെയ്യും. പ്രപ്പോസിഷൻസ് അറിഞ്ഞാൽ നമ്മൾ സപ്പോർട്ട് ചെയ്യും. ഇപ്പം ഞങ്ങളുടെ ക്ലാസ്സിൽ ആദ്യത്തെ 2 ആഴ്ച ചെയ്തത് ബേസിക് ആയിട്ടുള്ള ഗ്രാമർ അവരെ പഠിപ്പിക്കുകയാണ് ചെയ്തത്. അതിനുശേഷമാണ് ഞങ്ങൾ ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ ഞങ്ങളുടെ എക്സിസ്റ്റിംഗ് ബാച്ചിൽ ഞങ്ങൾ ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിങ്ങിൻ്റെ സെഷൻ സ്റ്റാർട്ട് ചെയ്തു. ഇനി ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിങ്ങിൻ്റെ സെഷൻ നമ്മൾ വെറുതെ എഴുതിക്കൊണ്ടിരുന്നിട്ട് കാര്യമുണ്ടോ? ഒരിക്കലുമില്ല. അത് കറക്റ്റ് ചെയ്യണം. പ്രത്യേകിച്ച് എസ്സേസ് കറക്റ്റ് ചെയ്ത് തരണം. എങ്ങനെ കറക്റ്റ് ചെയ്യണം? 1 to 1 കറക്റ്റ് ചെയ്ത് തരണം. എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട് അത് ഒരാൾ പറഞ്ഞു തന്നെ തരണം. ഇതിൽ ഇന്നതാണ് കുറവുള്ളത്, അല്ലെങ്കിൽ ഈ ഒരു ഐഡിയ ഇവിടെ കുറവ് വരണം. പാരഗ്രാഫിങ്ങിനെ കുറിച്ച്, ഉപയോഗിക്കുന്ന വേർഡ്സിനെ കുറിച്ച് നമ്മൾ വിചാരിക്കുന്ന പോലെ ഭയങ്കര കോംപ്ലക്സ് ആയിട്ടൊന്നും സെൻറ്റൻസസ് പോകണ്ട. വളരെ സിമ്പിളായിട്ട്, എറർ ഫ്രീ ആയിട്ട്, വളരെ നമ്മുടെ ആറ്റിറ്റ്യൂഡും കൂടിയാണ് ആ റൈറ്റിംഗ് മെഷർ ചെയ്യുന്നത്. എന്തിനേയും വിമർശനാത്മകമായ ഒരു ആറ്റിറ്റ്യൂഡിൽ നമ്മൾ ഒരിക്കലും സമീപിക്കരുത്. പോസിറ്റീവായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളെ പോസിറ്റീവായിട്ടും, ഡെവലപ്മെൻറ്റ് വേണ്ട ഏരിയാസിനെ അങ്ങനെയും നമുക്ക് സ്പെസിഫൈ ചെയ്ത് പറയാം. അപ്പോൾ എസ്സേ റൈറ്റിങ്ങിൽ നമ്മളുടെ ആ ഒരു പാരഗ്രാഫ് സ്പേസിങ് മുതലുള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. ഇനി നമ്മൾ കുറേ നാൾക്ക് ശേഷമാണ് ബുക്കും പെന്നും കൈകൊണ്ട് തുടങ്ങുന്നത്. എല്ലാം നമ്മൾ ലാപ്ടോപ്പിലും കമ്പ്യൂട്ടറിലുമാണ്. നമ്മളുടെ എഴുത്ത് വഴങ്ങണം. അതിന് എഴുതുക തന്നെ വഴിയുള്ളൂ, അല്ലേ? എഴുതി തന്നെ കറക്റ്റ് ചെയ്യുക. 1 to 1 കറക്റ്റ് ചെയ്യുക. ഓക്കെ. ഇനി അതുപോലെ തന്നെ പ്രിസി റൈറ്റിങ്ങിന് നമുക്ക് കുറച്ച് റൂൾസ് ഉണ്ട്. അതായത് ഒരു 500 വാക്കിൻ്റെ ഒരു പ്രിസിയാണ് വരുന്നതെങ്കിൽ അതിൻ്റെ 3 തന്നെ നമ്മളതിനെ 3-1 വാക്കുകളായിട്ട് നമ്മൾ കുറയ്ക്കണം. പാരഗ്രാഫ്സ് ആക്കി എഴുതുന്നിടത്ത് പാരഗ്രാഫ്സ് ആക്കി എഴുതണം. ടൈറ്റിൽ വേണം. നമ്മളുടെ വ്യൂസോ ഒപ്പീനിയനോ നമ്മൾ എസ്സേ റൈറ്റിങ്ങിൽ എഴുതും. 20 മാർക്കിൻ്റെ എസ്സേ റൈറ്റിങ്ങിൽ തീർച്ചയായിട്ടും നമ്മളുടെ വ്യൂസും ഒപ്പീനിയനും ആണ് നമ്മൾ എഴുതുന്നത്. പക്ഷെ പ്രിസിയിൽ ഒരിക്കലും നമ്മൾ എന്തെഴുതില്ല, നമ്മുടെ വ്യൂസോ ഒപ്പീനിയനോ അല്ല എഴുതുന്നത്. ആ തന്നിരിക്കുന്ന പാരഗ്രാഫിൻ്റെ ഒരു സമ്മറി 3-1 സംഗ്രഹിച്ചാണ് നമ്മൾ എഴുതുന്നത്. അവിടെ നമ്മുടെ വ്യൂ പോയിന്റ്സോ ഒന്നും അല്ല എഴുതുന്നത്. തന്നിരിക്കുന്ന അതേ സെൻറ്റൻസ് കോപ്പി ചെയ്യാൻ വേണ്ട. നിങ്ങൾക്ക് സിമ്പിളായിട്ട് എഴുതാം. പക്ഷേ കൃത്യമായിട്ടുള്ള സാധനം, അതിൻ്റെ ആ ഒരു അന്തസത്ത നഷ്ടപ്പെടാതെ, അതിൻ്റെ ആ ഒരു ഡെപ്ത് നഷ്ടപ്പെടാതെ ആ പ്രിസിയിൽ കൺവേ ചെയ്തിരിക്കുന്ന ഐഡിയ അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പുറത്ത് റിഫ്ലക്റ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിംഗിൽ ആദ്യം ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് പ്രിസിയാണ്. കാരണം പ്രിസി നമ്മൾ വൺസ് ട്രെയിൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് വർക്കൗട്ട്സ് കൊടുത്താൽ ചെയ്യാൻ പറ്റും, അല്ലേ? അപ്പോൾ പ്രിസി റൈറ്റിങ്ങിൻ്റെ ഒരു ക്ലാസ്സിൽ നമ്മൾ എടുത്തു കൊടുത്തു. അതിനുശേഷം 1 to 1 ഞങ്ങൾ എത്ര കുട്ടികളുണ്ടെങ്കിലും 1 to 1 തന്നെ അവർ സബ്മിറ്റ് ചെയ്യുമ്പോൾ ഞങ്ങൾ ഇവാലുവേറ്റ് ചെയ്ത് കൊടുക്കുന്ന രീതിയിലാണ് ഞങ്ങളുടെ ക്ലാസ്സസ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ പ്രിസി റൈറ്റിങ്ങും നമ്മളുടെ എസ്സേ റൈറ്റിങ്ങും ഒരേപോലെ മുന്നോട്ട് കൊണ്ടുപോവുക. അതുപോലെ തന്നെ പാസേജ് നല്ല രീതിയിൽ തന്നെ നമ്മൾ വർക്കൗട്ട് ചെയ്യണം. പാസേജ് അല്ലേ അതിൻ്റെ ഉത്തരം അവിടെ ഉണ്ടാവും എന്ന് ചിന്തിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന 1 മണിക്കൂറാണ്. 250 മാർക്കിന് ഒരു എസ്സേ പോയിന്റ്സ് നമ്മൾ ഓർത്ത് ഒന്ന് നോട്ട് ഡൗൺ ചെയ്ത് നമുക്കൊന്ന് ഓർഡറിൽ സോർട്ട് ചെയ്ത് എഴുതി വരുമ്പോൾ തന്നെ ഒരു സമയമെടുക്കും. പ്രിസി റൈറ്റിംഗ് എന്ന് എഴുതുമ്പോൾ നമുക്കറിയാം അവിടെ റഫ് കോപ്പി നമ്മൾ എഴുതണം, പിന്നെയാണ് ഫെയർ കോപ്പി എഴുതുന്നത്. അവിടെയും നമുക്ക് സമയമെടുക്കും. ഈ സമയമെല്ലാം കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ഒരുപക്ഷെ എങ്ങോട്ട് വരുന്നത്, കോംപ്രിഹെൻഷനിലേക്ക് വരുന്നത്. അപ്പോൾ അവിടെ എന്ത് ചെയ്യണം, കുറച്ച് എഫേർട്ട് ഇട്ട് തന്നെ നമുക്കത് വായിക്കാൻ ഉള്ള അല്ലെങ്കിൽ മനസ്സിലാക്കാനുള്ള ഒരു ടൈം വേണം. ആ ടൈം എന്ന് പറയുന്നത് ഒത്തിരി ടൈം നമുക്ക് എടുക്കാൻ പറ്റില്ല. ടൈം റെഡ്യൂസ് ചെയ്യണമെങ്കിൽ അവിടെ വേണ്ടത് എന്താണ്, പ്രാക്ടീസ് ആണ്. മാക്സിമം പ്രാക്ടീസ് സെഷൻസിലൂടെ നമ്മൾ ആ കോംപ്രിഹെൻഷൻസ് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കണം. ഹിന്ദു എഡിറ്റോറിയലിനെ ബേസ് ചെയ്തിട്ടുള്ള കോംപ്രിഹെൻഷൻസ് ആയിരിക്കും. ആ രീതിയിൽ തന്നെ നമ്മൾ അതിനെ വർക്ക് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണം. ഓക്കെ. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അവിടെ ശ്രദ്ധിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിങ്ങിലെ മാർക്കും കൂടി ആഡ് ഓൺ ചെയ്താൽ ഷോർട്ട് ലിസ്റ്റിൽ ഏറ്റവും നല്ല റാങ്ക് ലിസ്റ്റിൽ ഏറ്റവും നല്ല റാങ്കിൽ നമുക്ക് എത്തിച്ചേരാൻ പറ്റും. ഒരു സംശയമില്ല. ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിംഗ് ഒന്നും ബാലികേറാൻ വലയല്ല. ഈസി ആയിട്ട് എഴുതാൻ പറ്റും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇംഗ്ലീഷ് നന്നായി അറിയുന്നവർക്ക് അല്ലെങ്കിൽ ഇംഗ്ലീഷ് മെയിനായിട്ട് എടുത്തവർക്ക് മാത്രമേ പഠിക്കാൻ പറ്റുള്ളൂ എന്നൊന്നുമില്ല കേട്ടോ. ബേസിക് ആയിട്ടുള്ള പഠിക്കാനൊരു വില്ലിങ്നെസ് ഉള്ള ഒരാൾക്ക് തീർച്ചയായിട്ടും എഴുതാം. പിന്നെ ഈ ഒരു അവസരത്തിൽ നിങ്ങൾ എങ്ങനെയും കൂടി കാണണം, നിങ്ങളുടെ ഇംഗ്ലീഷ് എക്സൽ ചെയ്യാൻ പറ്റുന്ന ഒരു അവസരവും കൂടിയായിട്ട് ഇതിനെ കണ്ട് ഈ ഒരു എക്സാമിന് വേണ്ടി തീർച്ചയായിട്ടും പ്രിപ്പയർ ചെയ്യുക. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ ഇപ്രാവശ്യം നമ്മളുടെ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ബാച്ചസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ നമ്മളുടെ ബേസിക് ആയിട്ടുള്ള ക്ലാസ്സസും ലൈവ് ക്ലാസ്സസും എല്ലാം നമ്മൾ ആരംഭിക്കുകയാണ്. അപ്പോൾ പുതിയ ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഇവിടെ നമ്മുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിങ്ങിന് സ്പെഷ്യൽ കെയർ അല്ലെങ്കിൽ നിങ്ങളുടെ 1 to 1 നിങ്ങളെ കൊണ്ട് എഴുതിച്ച് സബ്മിറ്റ് ചെയ്യിച്ച് അത് ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സും കൂടി CCയിലുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള നമ്മുടെ ക്ലാസ്സസ് ആയിരിക്കും. അപ്പോൾ ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിംഗ് എന്നൊരു പ്രശ്നമേ അല്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ റാങ്കുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. CCക്ക് ഏറ്റവും മികച്ച റാങ്കുകളായിരുന്നു ഹൈക്കോർട്ട് അസിസ്റ്റന്റിലുള്ള. നമ്മുടെ ശരണ്യെ പോലുള്ള വിജയഗാഥകളൊക്കെ ഇവിടെ ഓൾറെഡി എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇപ്രാവശ്യവും ഹൈക്കോർട്ട് അസിസ്റ്റന്റിൽ CC ഉണ്ട്.
നമ്മുടെ പുതിയ ബാച്ചിൽ ജോയിൻ ചെയ്യാനായിട്ട് 8589083568 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഞാനും ഉണ്ടാവും ഫുൾ ഫ്ലെജ്ഡ് ആയിട്ട് ഇപ്രാവശ്യത്തെ ഹൈക്കോർട്ട് അസിസ്റ്റന്റിൽ. നമുക്ക് ഒരുമിച്ച് പഠിച്ച് തന്നെ നേടാം. വീണ്ടും കാണാം മറ്റൊരു വീഡിയോയിലൂടെ. താങ്ക് യു സോ മച്ച്.